ഫിർഔനിനെ സംബന്ധിച്ച് കേൾക്കാത്ത, കുറച്ചെങ്കിലും ഫിർഔനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം വളർന്നത്. അതേ കൊട്ടാരത്തിൽ തന്നെയാണ് ആസിയ അലൈഹിസ്സലാം ജീവിച്ചത്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും കൂടിയിട്ട് ആ കൊട്ടാരത്തിൽ ചെന്നിട്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള തൗഹീദ് പറഞ്ഞപ്പോ അത് കേൾക്കാൻ മനസ്സ് കൂട്ടാക്കിയില്ല. അതോടൊപ്പം അത് ഉൾക്കൊള്ളാൻ ഫിർഔനിന് കഴിഞ്ഞില്ല. അപ്പുറത്ത് കേട്ടു നിൽക്കുന്ന ആസിയ റളിയല്ലാഹു അൻഹ അത് ഉൾക്കൊണ്ട് സ്വർഗം വാങ്ങിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്ത ആളാണല്ലോ അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് മരിക്കുന്ന സമയത്ത് അടുത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം ചൊല്ലിക്കൊടുത്തപ്പോ അത് ഏറ്റി പറയാൻ പോലും കഴിയാതെ നരകത്തിന്റെ അവകാശിയായി മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് അബൂ താലിബില് നമ്മൾ കണ്ടത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാര് നരകത്തിലാണ് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പ്രവാചകന്മാരുടെ ഭാര്യമാരായിട്ട് പോലും ഒരു പരിഗണനയും കിട്ടാതെ അവര് നരകത്തിലേക്ക് കടന്നുപോയി. എന്നാൽ കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തില് ഒരു മനുഷ്യനായ എന്നെ ഒരു മുസ്ലിമായ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി ജനിപ്പിച്ചു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുവിനെ അതിൻ്റെ പേരിൽ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു മിമ്പറിൽ നിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു അള്ളാഹുവിന്റെ ദീനിനെ പറയാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചത്. അതല്ലെങ്കിൽ മറ്റേതോ മതത്തിലാണ് ജനിച്ചത് പോയതെങ്കിൽ, മറ്റേതോ വിശ്വാസിയുടെ മകനോ മകളോ മകനായിട്ടാണ് ജീവിച്ചതെങ്കിൽ, വളർന്നതെങ്കിൽ, അല്ലെങ്കിൽ ജനിച്ചതെങ്കിൽ എന്നേക്കും നരകത്തിന്റെ അവകാശിയായി മാറിപ്പോകുന്നൊരു ചുറ്റുപാടാണ് ഉണ്ടാവുക. നമ്മളെല്ലാവരെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. എത്രയാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് ഇതിന്റെ പേരിൽ? അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു ഔദാര്യമാണ് ഹിദായത്ത്. അതാണ് അള്ളാഹു തആല അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് ഈ ഹിദായത്ത് എന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ നിധിയാണത്. നമ്മൾ തിരിച്ചറിയണം. അത് ആർക്കൊക്കെയോ കൊടുക്കാതെ പോയ, ആർക്കൊക്കെയോ ലഭിക്കാതെ പോയ ഒരു വലിയ നിധി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ പവർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അവകാശമായോ തന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവുമായി കൊണ്ടാണ് നമുക്കത് നൽകിയത്. പക്ഷെ ഇവിടെ നമുക്കൊരു ബാധ്യതയുണ്ട്. അള്ളാഹു നൽകിയ ആ നിധി അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ, അത് കളഞ്ഞു പോകാതെ അത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കടമയും കടപ്പാടും നമുക്കുണ്ട്. അത് നൽകിയ പടച്ചവനെ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അൽ ഈമാനു യസീദു വയൻഖുസു. നമ്മുടെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകും, കൂടി വരും. ചിലപ്പോൾ നല്ല ഈമാൻ ഉണ്ടാകും, നല്ല തഖ്വയുണ്ടാകും. തഖ്വയുണ്ടാകുമ്പോൾ ഈമാൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് അതങ്ങ് കുറഞ്ഞു പോകും. ഏതുപോലെ നമുക്കെല്ലാം പരിചയമുള്ളതാണല്ലോ, നാം കുറ്റ്യാടിപ്പുഴയ്ക്ക് സമീപം ജീവിക്കുന്നവരാണല്ലോ. പുഴയിൽ വേലിയിറക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. വേലിയുടെ ഉണ്ടാകുമ്പോൾ പുഴയൊക്കെ നിറഞ്ഞു നിന്നത് നമ്മൾ കാണും. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ പുഴയോരത്ത് ചെന്ന് നോക്കിയാൽ നിറഞ്ഞു നിന്ന പുഴ ഒരുപാട് വെള്ളം താണു പോയിക്കൊണ്ട്
മണലുകളും കല്ലുകളും കാണുന്നത് നമുക്ക് ഒരുപാട് കണ്ടവരാണ് നമ്മൾ. ഇങ്ങനെ വേലിയിറക്കങ്ങൾ പുഴയിലുണ്ടാകുന്നത് പോലെ തന്നെ വിശ്വാസിയുടെ ഖൽബിൽ ഈമാനിൽ വേലിയിറക്കങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇതൊരു നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല ഇത്. അതല്ലെങ്കിൽ ഒരു നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യവുമല്ല അത്. മറിച്ച് ഇത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ടോ? അത് ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ അനുഭവപ്പെടും. നമ്മുടെ ഈമാൻ അങ്ങ് കുറഞ്ഞു പോകുന്ന ചില ഘട്ടങ്ങൾ. ആ ഈമാൻ കുറഞ്ഞു പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാനിന് പകരമായിക്കൊണ്ട് നിഫാഖ് കടന്നു വരും എന്നതാണ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി, നരകത്തിന്റെ അടിത്തട്ടിലാണ് നിഫാഖുള്ളവരെ മുനാഫിഖീങ്ങൾ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ഈമാനിന്റെ ദുർബലത നമ്മൾ എപ്പോഴും ഭയപ്പെടണം എന്നതാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഇത് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഹബ്ബിബി ഇലയ്യൽ ഈമാന വസയ്യനഹു വഖർരിഹി ഇലയ്യൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ ഈമാനോടൊരു പ്രിയം നീ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണം. ആ ഈമാൻ കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കുഫ്റിനോടും ഫുസൂഖിനോടും ഇസ്യാനിനോടും, തെറ്റായ കുറ്റമായ കാര്യത്തോട്, ദുർനടപ്പിനോട്, അതുപോലെ അവിശ്വാസത്തോട് എൻ്റെ മനസ്സിലൊരു വെറുപ്പുണ്ടാക്കി തരണേ എന്നുകൂടി പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിച്ചതിന്റെ രഹസ്യവും ഇതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈമാൻ ദുർബലമായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്നിട്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. ഇത് ഒരു വാശിക്ക് വേണ്ടിയൊന്നും പറയുന്നതല്ല, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വിദ്വേഷം കൊണ്ടോ പക കൊണ്ടോ പറയുന്നതല്ല. മറിച്ച് നമ്മുടെ ഓരോരുത്തരെയും പാരത്രികമായ ലോകത്ത് വിജയത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. നമ്മുടെ ഈമാൻ ദുർബലമായി പോകരുത്. പണ്ഡിതന്മാര് ഈമാൻ ദുർബലമാകുന്ന 11ഓളം കാര്യങ്ങള് നമ്പർ ഇട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ചിലത് മാത്രമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ കേൾപ്പിക്കുന്നത്. ഒന്നാമത്തത് അവർ പറഞ്ഞത് നിഷിദ്ധമായ കാര്യങ്ങൾ പടച്ചവൻ നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിഷിദ്ധമായ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുക, അതല്ലേ സാരമില്ല, ചെറുതല്ലേ, അത്രല്ലേ ഉള്ളൂ എന്നൊക്കെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടത് ചെയ്യുന്നത് ഈമാനിന് ദുർബലത വരാനുള്ള കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു, പഠിപ്പിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്വഭാവ വൈകല്യം നമ്മളിലുണ്ടോ? നിസ്സാരമായി കാണുക, നിസ്സാരവൽക്കരിക്കുക. പടച്ചവൻ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം, റസൂല് ഹറാമാണെന്ന് പറഞ്ഞ കാര്യം, അതൊരു നിസ്സാരമായി കൊണ്ട് ക്യാഹേ എന്നിട്ടേക്കുന്നൊരു സ്വഭാവം നമ്മളിലുണ്ടോ? ഗൗരവമായി കാണണം പ്രിയപ്പെട്ടവരെ. ഈമാനിന് ദുർബലത സംഭവിച്ചു പോകും. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. ശരീരം, ഓരോ മനുഷ്യന്റെ ശരീരവും അവന് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗവും തിന്മക്ക് തന്നെയാണ്, നല്ലതിനല്ല. നമ്മുടെ മനസ്സിങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് അനുഭവം ഉണ്ടല്ലോ. നമ്മുടെ അനുഭവങ്ങളെന്ന് നമ്മൾ ഓർത്തു നോക്കിയാൽ നന്മയേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ പ്ലാനിങ് ഇട്ട് തരുന്നത് തിന്മയ്ക്കാണ്. അത് പൈശാചികമാണ്. അതുകൊണ്ട് ആ തിന്മയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു കവി, അറബി കവി പറയുന്നുണ്ട്, ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ്വാ. ചെറിയതല്ലേ, അത് അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു തെറ്റിനെയും നീ നിസ്സാരവൽക്കരിക്കണ്ട. എന്നിട്ട് ആ കവി ഇങ്ങനെയാ പറയുന്നത്,
വലിയ മലമുകളിലേക്ക് നോക്ക്, ആ മല ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ ഒന്നിന്റെ മേലെ ഒന്നായി 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 ഇങ്ങനെ വലിയ ഒരു മലയായി രൂപപ്പെട്ടതാണത്. അതുകൊണ്ട് ചെറിയ തെറ്റല്ലേ, അതല്ലേ, അത്രല്ലേ ഉള്ളൂ, അതൊന്നൊരു വിഷയാക്കണ്ട എന്നാണോ നമ്മുടെ മൈൻഡെങ്കിൽ, ലാ തഹ്ഖിറന്ന മീ സഗീറതൻ, ഒരു ചെറിയതിനെയും നിസ്സാരമാക്കി വൽക്കരിക്കണ്ട എന്നതാണ് അദ്ദേഹം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താബിഈയായ ഒരു മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ അറിയോ കാര്യം, നിങ്ങളിപ്പോ ചെറിയ ചെറിയ തെറ്റാണെന്ന് പറയുന്ന പല കാര്യവും അതല്ലേ എന്ന് പറയുന്നത്, അത് എത്രല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്, ഞങ്ങള് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് വലിയ തെറ്റായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഏതുപോലെ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴാറായ ഒരു മലയുടെ ചുവട്ടിൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ, ഇപ്പോൾ ആ മല ഇടിഞ്ഞ് ഒലിച്ചിങ്ങോട്ട് വരും, അതിന്റെ മുന്നിൽ അതിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യന്റെ എത്രത്തോളം ഭയപ്പാടോടുകൂടെ ആണോ നിൽക്കുന്നത്, അതിനേക്കാൾ ഭയപ്പാടോടുകൂടെയാണ് ഞങ്ങൾ ഒരു തിന്മയെ കണ്ടത്. അത് നിസ്സാരവൽക്കരിച്ചിട്ടില്ല ഞങ്ങള്. സ്വഹാബത്തിന്റെ വാക്കാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുതാണ് എന്ന് ധരിച്ചുകൊണ്ട്, ചെറിയതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, അത്രയല്ലേ ഉള്ളൂ എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഒന്നും നിസ്സാരവൽക്കരിച്ച് നമ്മൾ തെറ്റിലേക്ക് പോകാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. റസൂല് പറയുന്നുണ്ട്, ഇയ്യാകും വമുഹഖിറാത്തുൽ ദുനൂബ്, നശിപ്പിച്ച് കളയുന്ന തെറ്റുകളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം വഇന്നഹുന്ന യജ്തമിഊന അലർറജുലി ഹത്താ യുഹ്ലികന്ന, കുറേ തെറ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അത് മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ചെറിയ ചില തെറ്റുകൾ അത് ചെറുതായി നമ്മൾ ഗണിക്കുന്നു. അത് ഒന്ന് രണ്ട് സാമ്പിളിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും മൂത്രമൊഴിച്ചാല് അത് വേണ്ടതുപോലെ ശുദ്ധീകരിക്കാത്തൊരു പ്രവണത പലരിലും കാണുന്നു. പ്രത്യേകിച്ച് കുട്ടികളില് അത് വേണ്ടതുപോലെ ശുദ്ധീകരിക്കാത്ത ഒരു പ്രവണത, അത് ഗൗരവമായി തന്നെ നമ്മൾ കാണണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഖബറിന്റെ അടുക്കൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ റസൂല് പറയുന്നുണ്ട്, ആ രണ്ട് ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന്. അത് ഒരു ഖബറിലുള്ള ആളെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം മൂത്രമൊഴിച്ചാൽ വേണ്ടതുപോലെ ശുദ്ധീകരിച്ച് കഴുകാത്തതിന്റെ കാരണമാണ് എന്ന് റസൂല് പറഞ്ഞെങ്കിൽ അത് ഗൗരവമാണ്, ചെറിയതല്ല. അത്രയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് വസ്ത്രം ഞെരിയാണിക്ക് താഴെ ധരിക്കുക എന്നത്. വസ്ത്രം ഞെരിയാണിക്ക് താഴെ ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ അത് നിസ്സാരവൽക്കരിക്കാറുണ്ട്. എന്നാൽ ആ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ച് ധരിക്കുന്നവരോട് അവരെ പറ്റിയിട്ട് റസൂല് പറഞ്ഞത്, അല്ലാഹു തആല ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കുകയില്ല പരലോകത്ത് വെച്ച് എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതൊരു ചെറുതാണോ? അല്ലല്ലോ, അതൊരു വലിയ തെറ്റല്ലേ? അല്ലാഹു തആല നമ്മളെ പരലോകത്ത് നിന്ന് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാകും. നമ്മൾ ആ സങ്കടം ആരോട് പറയും? അല്ല മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വാല്യാണ് നമുക്കുള്ളത്? ഒരു പരിഗണനയും നമുക്ക് അവിടെ ലഭിക്കില്ല എന്നുള്ളത് സത്യമല്ലേ? അതുകൊണ്ട് അതൊന്നും ചെറുതായി നമ്മൾ കാണാൻ പാടില്ല.